ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാം ഖലീഫയായിരുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ പരമ്പരയിൽ AD 1173 പാകിസ്ഥാനിലെ മുൾട്ടാനിൽ ഷെയ്ഖ് ഫരീദ് റഹ്മത്തുള്ളാഹി അലൈഹി ജനിച്ചു. ഇസ്ലാമിന്റെ സന്ദേശവുമായി ലോകം മുഴുവൻ സഞ്ചരിച്ച് AD 1240 കേരളത്തിലെത്തുകയും ഇതോടനുബന്ധിച്ച് വാഗമണ്ണിലെത്തുകയും ചെയ്തു. അന്ന് സൂഫി വര്യനായ ഷെയ്ഖ് ഫരീദ് റഹ്മത്തുള്ളാഹി അലൈഹി പ്രാർത്ഥനയ്ക്കായി ചിലവഴിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇവിടം എന്ന് വിശ്വസിക്കുന്നു. കരിമ്പാറക്കെട്ടുകൾ കൊണ്ട് അലങ്കരിതമായ തങ്ങൾപ്പാറയിൽ ദിവസവും ആയിരക്കണക്കിന് സന്ദർശകർ വന്നു പോകാറുണ്ട്. ഷെയ്ഖ് ഫരീദ് റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ചിടത്തോളം കോലാഹലമേടിൽ അദ്ദേഹം ഇബാദത്ത് ചെയ്ത സ്ഥലം മക്കാം. അവിടെ നിരവധി ആൾക്കാർ വന്ന് ഇപ്പോഴും സന്ദർശിക്കാറുണ്ട്. ഈ കാലഘട്ടത്തിൽ പോലും എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ഈ മലമ്പ്രദേശത്ത് യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ആ സന്ദർഭത്തിൽ പോലും അദ്ദേഹം എത്തിച്ചേരുകയും അവിടെയുണ്ടായിരുന്ന കായ്കനികൾ ഭക്ഷിച്ച് വെള്ളം കുടിച്ച് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനെ ആരാധിക്കാനുള്ള അവസരമുണ്ടാക്കുകയും അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഒരു സത്യമാണ്. ഷെയ്ഖ് ഫരീദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രധാനപ്പെട്ട ഗുരുവായിരുന്നു പ്രശസ്ത പണ്ഡിതനും സൂഫി വര്യനുമായിരുന്ന ഖുതുബുദ്ദീൻ ബക്തിയാർ കാക്കി ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി. ഖുതുബുദ്ദീൻ ബക്തിയാർ കാക്കി ദഹ്ലവിയുടെ സ്മരണ എന്നോണമാണ് ഡൽഹിയിൽ കുത്തുബ് മിനാർ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഷക്കർ ഖഞ്ച് എന്ന പേരിൽ ഷെയ്ഖ് ഫരീദ് റഹ്മത്തുള്ളാഹി അലൈഹി അറിയപ്പെടലുണ്ട്.